ചില സമയത്ത് നമ്മളിങ്ങനെ ഈ മനുഷ്യന്മാരൊക്കെ ആലോചിക്കുമ്പോഴും ഹിസ്റ്ററി എല്ലാം പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് ആലോചിക്കാറുണ്ടോ? ആ, എന്നും ആദ്യം ഒരു എംപയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലറിഷ് ആവുന്നു, പിന്നെ അതേ എംപയർ ഫോൾ ആവുന്നതും പഠിപ്പിച്ചിട്ട് ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കും. നെക്സ്റ്റ് അതേമാതിരി പുതിയ ചാപ്റ്റർ എടുക്കുമ്പോൾ പുതിയ എന്തെങ്കിലും എംപയർ, ഓക്കെ, ആ എംപയർ എമേർജ് ചെയ്യുന്നു, ഫ്ലറിഷ് ചെയ്യുന്നു, എഗെയിൻ ഇറ്റ് ഫോൾസ് അല്ലേ? അങ്ങനെ ഇപ്പോൾ എത്ര കാലങ്ങൾ ഇവോൾവ് ചെയ്ത് നമ്മളിവിടെ നിൽക്കുമ്പോഴും നമ്മൾ തന്നെ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ, അതായത് ഒരു ഓൺ ദ ബേസിസ് ഓഫ് റിലീജൻ, ക്രീഡ്, സ്കിൻ കളർ, എത്ര വ്യത്യാസം നമ്മൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴും പുറത്ത് നോക്കുമ്പോൾ കാണുന്ന വ്യത്യാസങ്ങൾ, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്നും നമ്മുടെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ടല്ലോ, ഹൃദയമാണെങ്കിലും കിഡ്നി ആണെങ്കിലും ഒരു ഡൈജസ്റ്റീവ് പാർട്സ്, ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് ഉണ്ട് അല്ലേ? അത് അന്നും ഇന്നും ഹാർട്ടിൻ്റെ വർക്ക് എന്താ? സെയിം അല്ലേ? ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ കിഡ്നി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അന്നും ഇൻറ്റേർണൽ ഓർഗൻസ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് മൃഗങ്ങളാണെങ്കിലും മൃഗത്തിൻ്റെ ഉള്ളിലും ഹാർട്ട് സെയിം ഫങ്ഷൻ ചെയ്യും, മനുഷ്യൻ്റെ ഉള്ളിലും സെയിം ഫങ്ഷൻ ചെയ്യും. അപ്പോൾ അവരുടെ ഫങ്ഷനും ആ പറഞ്ഞ ഇൻറ്റേർണൽ ഓർഗൻസും എല്ലാം മൃഗത്തിനും നമുക്കും എല്ലാം ഒന്ന് തന്നെയാണ്, അന്നും ഇന്നും എത്ര കാലങ്ങൾ പോയാലും. പക്ഷേ ഓരോ രീതിയിലുള്ള എംപയർസ് വന്നു പോയി, ഇല്ലെങ്കിൽ മനുഷ്യൻ പുറത്തുണ്ടാക്കിയിരിക്കുന്ന ഡിഫറൻസ് ഓരോ പ്രാവശ്യം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്ന് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ലുക്ക് ഇൻ ടു യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്കെടുക്കാം. ദൈവം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ മാതിരിയാണ്. എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം, ആ ഒരു കോൺഷ്യസ്നെസ് അത് സെയിം അല്ലേ? ആണ്. പക്ഷേ വ്യത്യാസം മനുഷ്യനായിട്ട് ഉണ്ടാക്കുക. പുറത്ത് നമ്മുടെ ഓരോ ശരീരം വ്യത്യസ്തമല്ലേ? പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ളിൽ ചെയ്യുന്ന ഓരോ അവയവങ്ങളും സെയിം ഡ്യൂട്ടിയാണ് ചെയ്യുന്ന ഓരോ മനുഷ്യനെങ്കിലും, സെയിം ചൈതന്യം, സെയിം കോൺഷ്യസ്നസ്, സെയിം എനർജിയാണ് എല്ലാവർക്കും ഉള്ളതെങ്കിലും പുറത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? മറ്റേ ഏതോ ഒരു രാജ്യക്കാർ വേറെ കളറ്, മറ്റേ ഒരു രാജ്യക്കാർ ഓരോ ഡിഫറൻസ് അല്ലേ? കളറിൽ വ്യത്യാസം, ഒരു കണ്ണുകൾ വ്യത്യാസം, ഹൈറ്റിൽ ഡിഫറൻസ്, ബോഡി ഫിസിക്ക് ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഈ ലുക്ക് ഇൻ ടു യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മെഡിറ്റേഷൻസിൽ പറയുമ്പോൾ അതൊരു സത്യമല്ലേ? ഇൻ ടു സെൽഫ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നല്ലേ? അപ്പോൾ വിത്തിൻ യുവർ സെൽഫ് ലുക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് മനസ്സിലാക്കുക, ആ ഒരു സത്യം മനസ്സിലാക്കുക. അത് ശരിക്കും അദ്വൈതമല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ദറ്റ് യു ഓൾ ആർ വൺ, തത്വമസി, നമ്മളെല്ലാം ഒന്നാ, ആ സെയിം ചൈതന്യത്തിൽ നിന്ന്, ആ സെയിം എനർജിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. പക്ഷേ അത് ഡിഫറൻസ്, പുറത്ത് കാണുന്ന ഓരോ ഡിഫറൻസും മായയാണ്. ഇറ്റ്സ് ജസ്റ്റ് ഇല്യൂഷൻ. നമ്മളെല്ലാം ഒന്ന് തന്നെ, യൂണിവേഴ്സ് കമ്മിങ് ടു എക്സ്പീരിയൻസ് യൂണിവേഴ്സ്. പക്ഷേ എന്താ പറയുക, പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ വ്യത്യാസം ശരീരത്തിലും, ഇല്ലെങ്കിൽ ജാതി, മതം, എന്താണെങ്കിലും അതൊക്കെ നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇല്യൂഷൻസാണ്. ഇത് തരണം ചെയ്ത് ആരാണോ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സൈലൻസിൽ ആ ഒരു കോൺഷ്യസ്നെസ്സിന് പോയി ടച്ച് ചെയ്യാൻ പറ്റുക, ആ ഒരു സൈലൻസിലിരിക്കുമ്പോൾ ആ ഒരു നിമിഷം നമ്മളെ ലുക്ക് ഇൻ ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉള്ളിൽ നമ്മൾ ആ ഒരു ചൈതന്യത്തിന് എപ്പോഴാണോ അതൊന്ന് സ്പർശിക്കാൻ പറ്റുക, ആ ഒരു നിമിഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഇല്ലേ, യെസ്, ഈ മെഡിറ്റേഷനും ഭയങ്കര ഡെപ്തിൽ സ്പിരിച്വാലിറ്റിയും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ടല്ലേ. ഇവരെല്ലാം പറയാൻ നോക്കിയത് ഇതന്നെയാണ്. ഇത് സിമ്പിൾ ഫോംസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ, എല്ലാ മനുഷ്യന്മാരും ഒന്നല്ലേ? പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലാംഗ്വേജാണ് ലവ്, കമ്പാഷൻ, ഹ്യൂമാനിറ്റി. അത് മനുഷ്യന് മാത്രം തന്നിരിക്കുന്ന ഒരു ഭയങ്കര ഒരു അനുഗ്രഹമാണ്, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം. അത്രയും ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനൊരു
ഇത്രയും ഹ്യൂമാനിറ്റി വാരിക്കോരി തന്നിട്ട് ചില സമയത്ത് അത് നമ്മൾ എന്താ പറയുക കാണാണ്ട് പോകുന്നല്ലേ. ഇപ്പം വളരെ കുറവല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനുഷ്യന്മാർ പോകുമ്പോൾ. ഒരു എന്താ പറയുക, ഒരു സിസ്റ്റത്തിൽ നമ്മൾ ലൂപ്പായിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നാറില്ലേ ചില സമയത്ത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്താ ഹൈ ഹൗ ആർ യു, എന്താ അതിലുള്ളത്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലെങ്കിൽ ആ ഒരു സോൾ, ആ കോൺഷ്യസ്നെസ് ടച്ച് ചെയ്യാണ്ട് ചോദിക്കുന്ന ഒരു ഇത്. അവർക്ക് ഉത്തരം പോലും വേണ്ട നിങ്ങളെങ്ങനെയാണുള്ളതെന്ന്, വെറുതെ ചോദിക്കുന്നു പോകുന്നു. പക്ഷേ അതേസമയം ഒന്ന് കാണുമ്പോൾ ഹായ് ഹൗ ആർ യു, അതാ മനസ്സിനുള്ളിൽ നിന്ന് തൊട്ട് വരുമ്പോഴില്ലേ നമ്മളത് വെയിറ്റ് ചെയ്യും. സത്യത്തിൽ സുഖമാണോ നിങ്ങൾക്ക്, എങ്ങനെയുണ്ട് നിങ്ങൾ, ഹാപ്പി ആണോ, അതറിയാനായിട്ട് അതിന് പ്രസൻസ് എന്ന് പറയും, പ്രസൻസ് ഓഫ് മൈൻഡ്. ആ ഒരു പ്രസൻസ് എത്ര പേരാണ് ആക്ച്വലി തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അറിയില്ല. എല്ലാവരും ലൂപ്പിലാണ്, എല്ലാവരും എന്താ പറയുക ഈ എക്സ്റ്റേണൽ വേൾഡ് അതിൽ സിസ്റ്റത്തിൽ എല്ലാവരും കുടുങ്ങിയിരിക്കുക. സാഹചര്യം കാരണം എന്തൊക്കെ പറയാം. പക്ഷെ ചില നിമിഷം കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്കായിട്ട് മാറ്റി വെക്കണം ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ അടുത്തെങ്കിലും ഒരു പ്രസൻസോടെ സംസാരിക്കാൻ നമ്മൾ നോക്കണം. എന്നുവെച്ചാൽ അത് അവർക്ക് വേണ്ടിയല്ല, ആ പ്രസൻസിൽ സംസാരിക്കുമ്പോൾ അത് അവരുടെ സോളിൽ ടച്ച് ചെയ്യും. ബിക്കോസ് ഇൻറ്റേർണലി വി ഓൾ ആർ വൺ. ഉള്ളിൽ നമ്മളെല്ലാവരും ഒന്നല്ലേ. ആ കോൺഷ്യസ്നെസ് അവരുടെ കോൺഷ്യസ്നെസ്സിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ടച്ച് ചെയ്യുമ്പോൾ അത് റേഡിയേറ്റ് ചെയ്യും. എവറിത്തിങ് വൈബ്രേറ്റ്സ് ഇൻ ദിസ് വേൾഡ്. അവരുടെ സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം അവർക്ക് ശരിക്കും കിട്ടുമ്പോൾ ഒരു ചിരി, നിങ്ങൾ ജെന്യുവൻലി ചോദിച്ചല്ലോ എന്നുള്ള ഒരു ചിരി മതി. അതിന്ന് അത്ര എനർജി യു ആർ ഗെയിനിങ്. നമുക്കാ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എനർജി തിരിച്ച് എന്താ പറയുക റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അമ്പലങ്ങളും ഒരുപാട് സ്പിരിച്വൽ പ്ലേസസും ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ നമ്മൾ പോണത് ഈ എനർജി റീഗെയിൻ ചെയ്യാൻ തന്നെയാണ്. ഇത് നമ്മൾ അതിനെക്കാട്ടും ബ്യൂട്ടിഫുള്ളായിട്ട്, അതിനെക്കാട്ടും ഒന്നും ഒരിക്കലും പറയത്തില്ല, എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഒരു മനുഷ്യത്വത്തോടെ തന്നെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പ്രസൻസിൽ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ യു റീഗെയിൻ ദാറ്റ് എനർജി ഈച്ച് ടൈം. എത്ര മനോഹരമല്ലേ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികൾ.